കാലം ചില മനുഷ്യരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും, ചിലരെ മനുഷ്യ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കും. വിശുദ്ധ അൽഫോൻസാമ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിത്വമാണ്. വെറും 36 വർഷം മാത്രം നീണ്ട ജീവിതം. വലിയ വേദികളില്ല, അധികാര സ്ഥാനങ്ങളില്ല, ലോകം ചുറ്റിയ യാത്രകളില്ല. എന്നിട്ടും കാലം കഴിയും തോറും അവളുടെ ജീവിതം കൂടുതൽ പ്രസക്തമാകുന്നു. അതിന് കാരണം അവർ ജീവിച്ച കാലമല്ല, അവൾ ജീവിച്ച രീതിയാണ്. ഇന്നത്തെ സമൂഹം വേഗത്തിന്റെ ആരാധകരാണ്. വിജയമാണ് പ്രധാന മൂല്യം. കൂടുതൽ സമ്പാദിക്കുക, കൂടുതൽ നേടുക, കൂടുതൽ അനുഭവിക്കുക. ഈ മത്സരത്തിനിടയിൽ മനുഷ്യൻ പലപ്പോഴും സ്വയം നഷ്ടപ്പെടുത്തുന്നു. ബന്ധങ്ങൾ ക്ഷയിക്കുന്നു, ക്ഷമ കുറഞ്ഞു വരുന്നു. ചെറിയ പരാജയങ്ങൾ പോലും ജീവിതത്തെ തകർക്കുന്ന അനുഭവമായി മാറുന്നു. അത്തരമൊരു കാലത്ത് അൽഫോൻസാമിയുടെ ജീവിതം മറ്റൊരു ജീവിത സൂക്തം മുന്നോട്ട് വയ്ക്കുകയാണ്. സഹനങ്ങളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടാണ് അതിലേറ്റവും പ്രധാനം. സഹിക്കുക എന്നത് നിസ്സഹായതയല്ല, ജീവിതത്തെ പരാതിയില്ലാതെ സ്വീകരിക്കുവാനുള്ള ആന്തരിക ശക്തിയാണ്. വേദനയെ മഹത്വവൽക്കരിക്കുകയല്ല അൽഫോൻസാമ ചെയ്തത്. വേദനയ്ക്ക് മനുഷ്യനെ തകർക്കാതെ രൂപപ്പെടുത്തുവാൻ കഴിയുമെന്ന് അവർ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ശാരീരിക അസ്വസ്ഥതകൾ അവരുടെ ജീവിതത്തിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. എന്നാൽ രോഗം അവരുടെ മനസ്സിനെ കീഴടക്കിയില്ല. ദുഃഖം അവരുടെ പുഞ്ചിരി കവർന്നില്ല. അതുകൊണ്ടാണ് അവരെ പരിചയപ്പെട്ടവർ സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്ന സഹോദരി എന്ന് വിളിച്ചത്. ജീവിതം എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹങ്ങൾ നൽകുന്നില്ല, എന്നാൽ എല്ലാവർക്കും ഒരുപോലെ തെരഞ്ഞെടുപ്പുകൾ നൽകുന്നു. സാഹചര്യങ്ങളെ തടവുകാരനാക്കാമോ അതിനെ അതിജീവിക്കാമോ എന്ന തെരഞ്ഞെടുപ്പ് അൽഫോൻസാമ രണ്ടാമത്തെ വഴിയാണ് തെരഞ്ഞെടുത്തത്. അവരുടെ ജീവിതം മറ്റൊരു സത്യം കൂടി പഠിപ്പിക്കുന്നു. ഓരോ മനുഷ്യനും ഓരോ ജീവിത ദൗത്യമുണ്ട്. അത് തിരിച്ചറിയുകയും അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്. വിളി കേൾക്കുന്നത് എളുപ്പമാണ്, അതിനോട് വിശ്വസ്തത പുലർത്തുക പ്രയാസവും. അൽഫോൻസാമിയുടെ വിശുദ്ധി ഈ വിശ്വസ്തതയിലാണ്. വിശ്വസ്തത വലിയ കാര്യങ്ങൾ മാത്രം വേണ്ടതല്ല, ചെറിയ കാര്യങ്ങളിലും വേണം. ഇന്ന് നാം വലിയ നേട്ടങ്ങളെ ആഘോഷിക്കുന്നു, എന്നാൽ സമൂഹം നിലനിൽക്കുന്നത് ചെറിയ ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കുന്ന മനുഷ്യരുടെ തോളിലാണ്. അൽഫോൻസാമിയുടെ ജീവിതം അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏൽപ്പിക്കപ്പെട്ട ഓരോ ജോലിയും ദൈവിക ഉത്തരവാദിത്വമാണെന്നുള്ള ബോധ്യത്തോടെ ചെയ്യുമ്പോൾ സാധാരണ ജീവിതം പോലും അസാധാരണമാകുന്നു. പ്രാർത്ഥനയെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണവും പുതിയ വായന ആവശ്യപ്പെടുകയാണ്. പ്രാർത്ഥന ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, ജീവിതത്തെ കൂടുതൽ ധൈര്യത്തോടെ നേരിടുവാനുള്ള ശക്തിയാണ്. മനുഷ്യനെ കൂടുതൽ കാരുണ്യവാനാക്കുകയും കൂടുതൽ ക്ഷമയുള്ളവനാക്കുകയും ചെയ്യുന്ന ആത്മീയ പരിശീലനമാണ് അത്. അതുകൊണ്ട് തന്നെ പ്രതികൂല സാഹചര്യങ്ങളിലും അവ പ്രത്യാശ കൈവിടുന്നില്ല. നിരാശയേക്കാൾ വിശ്വാസം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹം മറ്റൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഉപഭോഗം ജീവിതത്തിന്റെ കേന്ദ്രമായി മാറുന്നു. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള അതിർത്തികൾ മാഞ്ഞു പോകുന്നു. സുഖലോലുപത പലപ്പോഴും ജീവിതത്തിൽ ലക്ഷ്യമായി അവതരിക്കപ്പെടുന്നു. അതിന്റെ ഫലമായി മനസ്സമാധാനം കുറയുന്നു, അസംതൃപ്തി വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ അൽഫോൻസാമിയുടെ ലാളിത്യവും ആത്മീയ നിയന്ത്രണവും അച്ചടക്കവും വെറും ആത്മീയ മൂല്യങ്ങളല്ല, സാമൂഹിക പ്രതിബദ്ധതയുള്ള ജീവിത പാഠങ്ങളുമാണ്. അൽഫോൻസാമിയുടെ സ്നേഹത്തിന്റെ വ്യാപ്തിയും ശ്രദ്ധേയമാണ്. ആരെയും അവർ ശത്രുവായി കണ്ടില്ല. പ്രയാസങ്ങളിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കുവാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ വേദനയെ സ്വന്തം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഈ മനോഭാവമാണ് ഇന്ന് ഏറ്റവും അപൂർവമായിക്കൊണ്ടിരിക്കുന്നത്. സാങ്കേതികമായി ലോകം അടുത്തു വന്നിട്ടുണ്ടെങ്കിലും മനുഷ്യർ തമ്മിലുള്ള ഹൃദയ ദൂരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശയ വ്യത്യാസങ്ങൾ ശത്രുക്കളാകുന്നു, അഭിപ്രായ ഭിന്നതകൾ വിദ്വേഷങ്ങളായി മാറുന്നു. ഈ കാലത്ത് അൽഫോൻസാമിയുടെ ജീവിതം സൗമ്യതയുടെ ജീവശാസ്ത്രം പഠിപ്പിക്കുകയാണ്. കാരുണ്യത്തിന്റെ സംസ്കാരം വളർത്തുവാൻ ആഹ്വാനം ചെയ്യുന്നു. അവരുടെ ഒരു ഉമ്മ ഇന്നും ഹൃദയത്തെ തൊടുന്നു. പൂക്കളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, എന്നാൽ അവയെ വളർത്തുന്ന ചീഞ്ഞ ഇലകളെ ആരും ശ്രദ്ധിക്കാറില്ല. ആ ഇലകളാകുവാൻ കഴിഞ്ഞാൽ മതി എന്ന അവരുടെ വാക്കുകൾ നിസ്വാർത്ഥ സേവനത്തിന്റെ ഏറ്റവും മനോഹരമായ നിർവചനമാണ്.
അംഗീകാരമില്ലാത്ത സേവനമാണ് പലപ്പോഴും ഏറ്റവും വലിയ സേവനം. 1946 അവർ വിട പറഞ്ഞപ്പോൾ അവസാനിച്ചത് ഒരു ജീവിതമായിരുന്നു, ആരംഭിച്ചത് ഒരു സാക്ഷ്യമായിരുന്നു. മരണശേഷം അവരെ വേഗം തന്നെ വിശുദ്ധ ജീവിതത്തിന്റെ അംഗീകാരത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. 1986 കോട്ടയത്ത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവരെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. പിന്നീട് സഭ അവരെ വിശുദ്ധരുടെ നിരയിലേക്ക് ഉയർത്തി. എന്നാൽ വിശുദ്ധ പദവിയേക്കാൾ വലിയ അംഗീകാരം അവരുടെ ജീവിതം ഇന്നും ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പ്രകാശമായി തുടരുകയാണ്. അൽഫോൻസാമയെ അനുസ്മരിക്കുമ്പോൾ നാം ചോദിക്കേണ്ടത് അവർ എത്ര സഹിച്ചു എന്നതല്ല, അവർ സഹിച്ചതിലൂടെ എന്താണ് പഠിപ്പിച്ചത് എന്നാണ്. പുഞ്ചിരിയോടെ പ്രയാസങ്ങളെ നേരിടുവാൻ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരാകുവാൻ, പ്രാർത്ഥനയിൽ കരുത്തു കണ്ടെത്തുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ, ജീവിതത്തെ സ്നേഹത്തോടെ ക്രമപ്പെടുത്തുവാൻ. കാലം മാറും, ജീവിത രീതികൾ മാറും, മനുഷ്യന്റെ വെല്ലുവിളികൾ മാറും. എന്നാൽ സഹനം, വിശ്വാസം, കാരുണ്യം, ആത്മീയ നിയന്ത്രണം, നിസ്വാർത്ഥ സേവനം എന്നീ മൂല്യങ്ങൾ ഒരിക്കലും കാലഹരണപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം ഒരു വിശ്വാസി സമൂഹത്തിന്റെ മാത്രം സമ്പത്തല്ല, കൂടുതൽ മാനുഷികമായ ഒരു സമൂഹം സ്വപ്നം കാണുന്ന എല്ലാവരുടെയും പൊതു സമ്പത്താണ്. ഇന്നേ ദിവസം വിശുദ്ധ അൽഫോൻസാമയുടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാൾ എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലും എന്നും കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെയും അൽഫോൻസാമ നേരിട്ടതുപോലെ നേരിടുവാനും വിശ്വാസത്തിന്റെ പാതയിൽ ചരിക്കുവാനും ഞങ്ങളെ സഹായിക്കണേ.